കൊള്ളാം, നല്ല വ്യൂ കേട്ടോ ഇവിടെ. അതിൽ പ്രത്യേകം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വേറൊക്കെ രാജ്യത്തൊക്കെ എനിക്ക് ആ ഒരു ഫീലാണ്. ഒറ്റ യാത്രയും വല്ലേ വേറെ തന്നെ മൂടാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെ ചോദിക്കണം, നമ്മൾ തന്നെ കാര്യം സംസാരിക്കണം ഒക്കെ. നമുക്ക് പകരം വേറെ ഇല്ലല്ലോ, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളെ സമയമാണ് ഒക്കെ. നമ്മൾ ठीक है, मुझे इधर 2 दिन का प्लान है. अभी 2 दिन में पूरा हो जाएगा. हाँ हो जाएगा. हाँ. लेक है ना, लेक लेक अभी बंद है. कब ओपन करेगा? समझ में अभी समझो आप. हाँ 20 दिन के बाद. ओ 20 दिन के बाद है. ओ जो तुम ठीक है. ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം മഴ കൊണ്ട് കയറി വന്നിട്ട് ആ ഒരു തണുപ്പിൽ ചൂടോടെ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചപ്പോല്ലേ, സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ചൂടത്തില്ലേ, മേഘനമുള്ള സുഖല്ലേ, ഒന്നും പറയണ്ട. ഏത് മൂട്. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ 27ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പെഹൽഗാമിൽ വന്നിറങ്ങിയ ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് കോട്ടേജും പെഹൽഗാം കോട്ടേജും തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരോട് ഇത് രണ്ടും ചോദിച്ച ശേഷം അവർക്കൊന്നും അറിയാതായപ്പോൾ നമ്മൾ സ്വന്തം തന്നെ കുറേ തപ്പിയ ശേഷം നമുക്ക് ചെറിയ രൂപയ്ക്ക് ഒരു കുട്ടി റൂം കിട്ടിയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ബാഗും കാര്യങ്ങളൊക്കെ വെച്ച ശേഷം നമ്മൾ സർക്കിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നല്ല വ്യൂ ആട്ടോ ശരിക്കും. നല്ല ഒരു വെറൈറ്റി തോന്നുന്നു. കാരണം നമ്മൾ ഫോറിൻ കൺട്രീസിലും കാണത്തില്ലേ ആ ഒരു വൈബ്. ഫോറിൻ കൺട്രീസിലും കാണാൻ നമുക്കൊരു വൈബ് ഉണ്ടാകത്തില്ല. ആ സെയിം വൈബാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടാം. നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. ഏത് വിശപ്പ്, കാരണം രാവിലെ കുറച്ച് മുന്തിരി കഴിച്ചിറങ്ങിയതാ, പിന്നും കഴിച്ചില്ല. आपका नाम है राशिद भाई? ठीक है, ओके ठीक है. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് നമ്മുടെ റൂമിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് ചെറിയൊരു തട്ടുകടയുണ്ട്, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് പെഹൽഗാമിൽ വരുന്നതെന്നും കൂടെ പറയുകയാണെങ്കിൽ അയാൾ നമുക്ക് നല്ല രീതിക്ക് ഡിസ്കൗണ്ടിൽ ഫുഡ് തരുമെന്ന് പറഞ്ഞിട്ടോ. അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആ കട തപ്പിക്കൊണ്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്, മഴയുണ്ട്. കൊള്ളാം, നല്ല വ്യൂ കേട്ടോ ഇവിടെ. അതിൽ പ്രത്യേകം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വേറൊക്കെ രാജ്യത്തൊക്കെ എനിക്ക് ആ ഒരു ഫീലാണ്. കാരണം നമ്മൾ നോക്കിയേ, നമ്മളെ മറ്റേ വേറെ രാജ്യങ്ങളിലൊക്കെ കാണുന്ന സെയിം വ്യൂ അല്ലേ ഇവിടെ ഉള്ളത്. വീടിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും എല്ലാം ഒരു പ്രത്യേക ഒരു വെറൈറ്റി തോന്നുന്നു. എന്താ നമുക്ക് ഫുഡ് കഴിക്കാട്ടോ. അയ്യോ വിശക്കുന്നേ. എന്തായാലും ഫസ്റ്റ് അനുഭവം ഒട്ടും മോശമായില്ല, ഇതൊക്കെ നോക്കണ്ടേ. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വന്ന വഴിക്കാണ് കേട്ടോ. അതായത് ഈ വലത്ത് ഭാഗത്ത് കാണുന്ന പാലത്ത് കൂടിയാണ് നമ്മൾ റൂമിലേക്ക് പോയിരുന്നത്. അപ്പം നമ്മൾ റൂമിൽ ലഗേജ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ യാത്രയും വല്ലേ വേറെ തന്നെ മൂടാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെ ചോദിക്കണം, നമ്മൾ തന്നെ കാര്യം സംസാരിക്കണം ഒക്കെ. നമുക്ക് പകരം വേറെ ഇല്ലല്ലോ, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളെ സമയമാണ് ഒക്കെ. നമ്മൾ ആ ഒരു വൈബുണ്ട്. കുറച്ച് നടക്കാണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ആ മഴയത്ത് നടന്ന് അവസാനം നമ്മൾ ആ ഹോട്ടലിൽ എത്തി കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഹോട്ടൽ ഫുഡ് പോയിന്റ്. ഇവിടെയാണ് നമുക്ക് ഫുഡ് നല്ല വില കുറച്ച് കിട്ടുന്നത് അയാൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി. പെഹൽഗാം में आ रहा है, पहले पहलगाम में आ रहा है. हाँ, इधर देखने के लिए क्या क्या है? पहली बार आए. हाँ पहली बार आ रहा है. हाँ मैं केरला से आ रहा है. इधर ही में केरला में. होटल कहाँ है? होटल इधर ही पे. होटल का नाम भूल गया, अभी चेक इन किया. अभी ये पहलगाम में घूमने का बहुत सारा जगह है मेरा. मुझे हाँ ठीक है, मुझे इधर 2 दिन का प्लान है. अभी 2 दिन में पूरा हो जाएगा. हाँ हो जाएगा. आपका नाम क्या है जी? विशाल. नहीं विशाल.
निसार अहमद। निसार अहमद, ओ ठीक है ठीक है। हाँ यहाँ और भी जगह है लेकिन वो अभी बंद है। क्या क्या और जगह भी है ना, अभी एक इधर ही क्या पॉन्ड है, मतलब लेक है ना, लेक हाँ? लेक 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 अभी बंद है। बंद है। कब ओपन करेगा? समझ गए, अभी समझो आप हाँ 20 दिन के बाद। ओ 20 दिन के बाद है। ओ जो तो ठीक है। दूसरा बार 10 अप्रैल के बाद है। अभी वो लेक पूरा अभी फ्रीज है। वो फ्रीज है ना, वही है ना। ओ हो इसलिए जाएगा clear। हाँ 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 वो हो जाएगा जल्दी क्लियर। ओके ठीक है ठीक है ठीक है। वो 10 दिन 20 दिन में खुल जाएगा। അങ്ങനെ ആ ഹോട്ടലിലെ അങ്ങേരുടെ പേര് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നിസാർ എന്നാട്ടോ. ഞാൻ ആദ്യം വിശാൽ എന്നാണ് കേട്ടത്. നിസാർ അഹമ്മദ് എന്നാണ് അങ്ങേരുടെ പേര്. അങ്ങനെ ഞാൻ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു 2 ദിവസം കൊണ്ട് കണ്ടു കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓ 2 ദിവസം കൊണ്ട് സുഖമായിട്ട് കണ്ടു കഴിയുന്നു. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ കണ്ടിരുന്നു പെൽഗാമിൽ ഒരു നല്ലൊരു ലേക്ക് ഉണ്ടെന്ന്. ആ ലേക്കിലേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, ഇപ്പം അങ്ങോട്ട് കടത്തി വിടില്ല ആരും, കാരണം ആ ലേക്ക് ഫുള്ളായിട്ട് ഫ്രീസാണെന്ന്. ഒരു 20 ദിവസം കൂടെ നിങ്ങൾ കാത്തിക്കുകയാണെങ്കിൽ ആ ലേക്ക് സഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. കൂടാതെ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ ചന്ദൻവാലുണ്ട്, ബേട്ടാവാലുണ്ട്, ആരുവാലുണ്ട്. ഈ 3 വാലിൻ്റെ പ്രത്യേകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ABC വാലുകൾ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഞാൻ കടയിൽ കയറി ഉടനെ പറഞ്ഞത് കഴിക്കാൻ ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു വേണ്ടതെന്ന്. അങ്ങനെ ആ ബ്രെഡ് ഓംലേറ്റ് ശരിയായപ്പോൾ അങ്ങനെ കൊണ്ടു തന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം മഴ കൊണ്ട് കയറി വന്നിട്ട് ആ ഒരു തണുപ്പിൽ ചൂടോടെ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചപ്പോഴല്ലേ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് വിശപ്പ് കൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ നന്നായി ഉണ്ടാക്കിയത് കൊണ്ടാണ് അറിയില്ല, കിഡിലും പോലെ കഴിച്ചിട്ടോ. ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർഡർ ചെയ്തിട്ട് അതും കൂടെ കഴിച്ചു തീർത്ത്. അങ്ങനെ 2 വട്ടം ഈ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചു തീർത്തപ്പോൾ 3ാമത്തെ വട്ടം എങ്ങനെ ചോദിക്കാന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഈ വട്ടം മാറ്റി പിടിച്ച് മാഗി പറഞ്ഞു കേട്ടോ അയാളോട്. ചൂടത്തില്ലേ മാഗി നമ്മളുള്ള സുഖല്ലേ, ഒന്നും പറയണ്ട. ഇത് മൂടി കൊള്ളാട്ടോ, നല്ല മാഗിയോ. ഇവിടെ ബ്രെഡ് ഓംലേറ്റിന് ശ്രീനഗറിലൊക്കെ 100-200 പണ്ടുണ്ടെങ്കിലും ഇവിടെ ഡബിൾ ബ്രെഡ് ഓംലേറ്റ് ഒരു 50 രൂപയുള്ളൂ. ചായക്ക് 10, മാഗിക്ക് എത്രയാണെന്ന് അറിയില്ല, അതിന് നല്ല റേറ്റ് കുറവായിരിക്കും. മറ്റുള്ളേക്കാളും കത്തിയുടെ നല്ല കുറവുണ്ട്. പിന്നെ അതൊരു മറ്റേ ടൗൺ പോലത്തെ ഏരിയയാണ്, ഇതൊരു ഒരു ഗ്രാം പോലത്തെ ഏരിയയാണ് പെൽഗാം. നമുക്ക് ബാക്കിയുള്ള ദിവസം നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഓക്കെയാണ്, ബാക്കിയുള്ള ഇംപ്രഷൻ നോക്കാം. ഓക്കെ, അങ്ങനെ 2 ഡബിൾ ബ്രെഡ് ഓംലേറ്റും മാഗിയും കൂടെ ഒരു ചായയും കുടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ശരിക്കും പറഞ്ഞാൽ കണ്ണ് നനഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് അയാൾ കൊടുക്കാൻ നേരത്തെ അയാൾ എന്നോട് പറയുകയാണേ നിങ്ങൾ ആദ്യമായിട്ടില്ല പെൽഗാമിൽ വരുന്നത്, അതും ഇത്രയും താഴെ കേരളത്തിൽ നിന്ന് ഇത്രയും മേലുള്ള കാശ്മീരിലേക്ക് ഒറ്റയ്ക്ക് വരികയാണ്, അങ്ങനത്തെ ഒരാളോട് ഞാൻ എങ്ങനെയാണ് പൈസ വാങ്ങിക്കുകയെന്ന്. അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഹാപ്പിനെസ്സിൻ്റെ പീക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ 2-3 വട്ടം ഞാൻ ആൾ നിർബന്ധിച്ചെങ്കിൽ ആൾ പറഞ്ഞു ഞാൻ ഒരിക്കലും ഇത് വാങ്ങില്ല, നിങ്ങൾ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ വിശന്ന് വരികയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് വേണ്ടതെന്ന്. അങ്ങനെ അതാണ് എനിക്ക് പെൽഗാമിൽ ആദ്യം എൻ്റെ അനുഭവം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ബേട്ട വാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേട്ട വാലിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ബേട്ട വാലിലേക്കുള്ള വഴിയിലെ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതിലേക്കും ടാറ്റാ.